ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന വിശുദ്ധ കുർബാനയുടെ ജീവിതാനുഭവങ്ങൾ, കാൽവരി ബലിയുടെ സ്നേഹാനുഭവങ്ങൾ. ഇത് പാലക്കാട് രൂപത അംഗവും ഇപ്പോൾ KCBC ജീസസ് ഫ്രട്ടേണിറ്റിയുടെ സംസ്ഥാന ഡയറക്ടറുമായ ഫാദർ മാർട്ടിൻ തട്ടിൽ തടവറ പ്രേഷിതത്വത്തിൽ പ്രവർത്തിക്കുന്ന തൻ്റെ ശുശ്രൂഷ അനുഭവങ്ങളും ദിവ്യകാരുണ്യനാഥൻ ചേർത്തു പിടിക്കുന്ന സ്നേഹാനുഭവങ്ങളും മാർട്ടിനച്ചൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. യേശു മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഞാൻ ഫാദർ മാർട്ടിൻ തട്ടിൽ പാലക്കാട് രൂപതയ്ക്ക് വേണ്ടി 21 വർഷങ്ങൾക്ക് മുൻപ് വൈദികനായ ഒരു വ്യക്തിയാണ്. തൃശ്ശൂർ അതിരൂപതയിലെ കൊട്ടേക്കാട് എന്ന് പറയുന്ന അതിപുരാതനമായ ഇടവകയിലാണ് എൻ്റെ സ്വദേശം. കുഞ്ഞുനാൾ മുതലേ വിശുദ്ധ കുർബാനയോട് എനിക്ക് ഒത്തിരിയേറെ സ്നേഹവും ബഹുമാനവും ഭക്തിയും ഉണ്ടായിരുന്നു. ആ കുഞ്ഞുനാളിലെ സ്നേഹാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വലിയ പ്രായമായി കഴിയുമ്പോൾ അച്ഛനാവുക എന്നുള്ളത് എൻ്റെ വലിയ ഒരു സ്വപ്നമായിരുന്നു. ദൈവത്തിൻ്റെ വലിയ കാരുണ്യം കൊണ്ട് 2002 ജനുവരി മാസം 3-ാം തീയതി ഞാൻ വൈദികനായി അഭിഷിക്തനായി. ഇപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിൻ്റെ കീഴിൽ POC എന്ന് പറയുന്ന സ്ഥാപനത്തിൽ, കേരള സഭയുടെ ആസ്ഥാന മന്ദിരമായ POCയിൽ ജയിൽ പ്രേക്ഷിത സംഘടനയായ ജീസസ് ഫ്രട്ടേണിറ്റിയുടെ സംസ്ഥാന ഡയറക്ടറായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവ്യകാരുണ്യനാഥനോട് ചെറുപ്പത്തിലുണ്ടായിരുന്ന ആ സ്നേഹവും താല്പര്യവും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടുതൽ പ്രകടിതമാക്കുവാനുള്ള ധാരാളം അവസരങ്ങളാണ് എനിക്കിപ്പോൾ ലഭിക്കുന്നത്. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ കുഞ്ഞുനാളിലേക്ക് വരുമ്പോൾ എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കൈപിടിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ, അന്ന് ഞങ്ങളുടെ തറവാട് വീട് തൃശ്ശൂർ അതിരൂപതയിലെ അരണാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടുത്തെ ദേവാലയത്തിലേക്ക് മാതാപിതാക്കളോടൊപ്പം ഞായറാഴ്ച സായാഹ്നത്തിലെ ബലിയർപ്പണത്തിനായിട്ട് പോകുന്ന നല്ല ഓർമ്മകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ മാതാപിതാക്കളോടൊപ്പം എല്ലാ ഞായറാഴ്ചയും ബലിയിൽ പങ്കെടുത്ത് അതിൽ നിന്നും ഒരുപാട് ഭക്തി സ്വീകരിച്ച് വളർന്നതുകൊണ്ടായിരിക്കാം കുർബാന കാണുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം വലുതായി കഴിയുമ്പോൾ കുർബാന ചൊല്ലണം എന്നുള്ളതായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഞാൻ അറിയാതെ ഈ കുർബാനയുടെ കുറേയേറെ പ്രാർത്ഥനകൾ ഞാൻ മനഃപ്പാഠമാക്കിയിരുന്നു. അങ്ങനെ മനഃപ്പാഠമാക്കുവാൻ വേണ്ടി പഠിച്ചിട്ട് അങ്ങനെ ചെയ്തതല്ല, പക്ഷേ സാന്ദർഭികവശാൽ അങ്ങനെ അതെനിക്ക് ബൈഹാർട്ടായി. പ്രത്യേകിച്ച് കുദാശ വചനങ്ങൾ ചില വൈദികരൊക്കെ ഗാനരൂപത്തിൽ ആലപിക്കുന്നത് പോലെ ചൊല്ലുന്നത് കേൾക്കുമ്പോൾ അതെനിക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ആ ഒരു വലിയ ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ട് തറവാട്ട് വീട്ടിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഇഷ്ടംപോലെ കുട്ടികൾ ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഇവരെല്ലാവരെയും വിളിച്ചു കൂട്ടി വീടിൻ്റെ തട്ടിൻപുറത്ത്, പണ്ട് ഞങ്ങളുടെ വീട്ടിൽ പാപ്പിന് ഏതോ ഓട്ട മത്സരത്തിൽ കിട്ടിയ ഒരു സമ്മാനമായിട്ട് ലഭിച്ചിട്ടുള്ളൊരു കപ്പ് അവിടെ ഉണ്ടായിരുന്നു. ആ കപ്പിന് ഏതാണ്ട് കാസയുടെ ഷേപ്പാണല്ലോ. ഈ കാസ വെച്ച് കുർബാന ചൊല്ലുക എന്നുള്ളത് എനിക്ക് വലിയൊരു ഹരമായിരുന്നു. കുർബാന മൊത്തം നമുക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് കുദാശ വചനം ഗാനരൂപത്തിൽ ആലപിച്ച് ഒരു മുണ്ടൊക്കെ എടുത്ത് വേണമെങ്കിൽ കാപ്പയ്ക്ക് പകരമൊക്കെ പിൻ ചെയ്ത് അങ്ങനെ ഉറപ്പിച്ച് ഈ കുട്ടികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ബലിയർപ്പിക്കുക എന്ന് പറയുന്നത് എനിക്ക് ആ കാലഘട്ടത്തിൽ തന്നെ വലിയ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. എന്തെന്നില്ലാത്തൊരാനന്ദം എനിക്ക് എൻ്റെ മനസ്സിൽ ആ സമയത്തൊക്കെ തോന്നിയിരുന്നു. അങ്ങനെ ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ ആ വെക്കേഷൻ കാലത്ത് തന്നെ എനിക്ക് കുർബാന സ്വീകരിക്കാനുള്ള, ആദ്യ കുർബാന സ്വീകരണം നടത്താനുള്ള വലിയ ഭാഗ്യം ലഭിച്ചു. കാരണം ആ കാലഘട്ടത്തിൽ സാധാരണഗതിയിൽ 4-ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ആദ്യ കുർബാന സ്വീകരണം സാധാരണ നടത്തുക. പക്ഷേ എനിക്ക് വളരെ പരിചിതരായിരുന്ന സിസ്റ്റേഴ്സൊക്കെ ഞാൻ ഈ ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർ വികാരിച്ചൻ്റെ അടുത്ത് സംസാരിച്ച് എനിക്ക് നേരത്തെ തന്നെ കുർബാന സ്വീകരിക്കാനുള്ള അനുവാദം തന്നു എന്നുള്ളതാണ്. അങ്ങനെ 3-ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ് നിൽക്കുന്ന ആ വെക്കേഷൻ കാലഘട്ടത്തിൽ മെയ് മാസം 1-ാം തീയതി ഞാൻ ആദ്യ കുർബാന സ്വീകരണം നടത്തി. അതിനുശേഷമൊക്കെ സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ ബലിയർപ്പണത്തിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ വരുമായിരുന്നു. ആ സമയത്താണ്
ആ ഇടവകയിലെ ഗായക സംഘത്തിലേക്ക് പുതിയ ആളുകളെ എടുക്കുന്നുണ്ടെന്നുള്ള ഒരു അറിയിപ്പ് വന്നു. ഞാനും എൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു ചെന്നു. അവരെന്നെ കൊണ്ട് പാട്ടൊക്കെ പാടിപ്പിച്ച് നോക്കി. വലിയ കുഴപ്പമില്ല എന്ന് കണ്ടപ്പോൾ അവരെന്നെ കൊയറിലും എടുത്തു. അപ്പോൾ എന്തായി, ഔദ്യോഗികമായി നമ്മൾ പള്ളിയിലെ പാട്ടുകാരനായി. അതുകൊണ്ട് ചെറുപ്പം മുതലേ ഒരൊറ്റ ദിവസം പോലും കുർബാന അർപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ കുർബാന അർപ്പണത്തിൽ പങ്കുചേരുന്നതിൽ ഞാൻ മുടക്കം വരുത്തിയിട്ടില്ല. വല്ല അസുഖങ്ങളൊക്കെ വന്ന് പോകാൻ പറ്റാതെ വന്നെങ്കിലല്ലാതെ ഒരൊറ്റ ദിവസം പോലും എനിക്ക് പിന്നെ വേറെ കുർബാനയ്ക്ക് പോകാതിരിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല. എല്ലാ ദിവസവും തന്നെ ഞാൻ ബലിയർപ്പണത്തിൽ പോയി പങ്കെടുക്കുമായിരുന്നു. അത് മാത്രമല്ല, അന്ന് ഞങ്ങളുടെ പള്ളിയിൽ മാത്രം ഉണ്ടായിരുന്നൊരു രീതി, പാട്ടുകാരെല്ലാവരും കുർബാനയുടെ സമയം മുഴുവൻ മുട്ടുകുത്തി നിന്നാണ് പാട്ട് പാടിയിരുന്നത്. ആരംഭ കാലഘട്ടത്തിൽ എനിക്കത് വലിയ പ്രയാസമായിരുന്നു. ചെറിയ കുട്ടിയാണ് ഞാൻ, 4ാം ക്ലാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കുർബാനയുടെ സമയം മുഴുവൻ മുട്ടുകുത്തി നിൽക്കണം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അന്ന് അത് ശീലിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വളരെ ഭക്തിയോടുകൂടി തന്നെ ഒരു ഉഴപ്പമില്ലാതെ പാട്ടുകളൊന്നും തെറ്റാതെ കൃത്യമായിട്ട് പഴയ കുർബാനയിൽ തന്നെ ഗാനങ്ങൾ ആലപിച്ചു തുടങ്ങാനുള്ളൊരു വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചായിരുന്നു. കുറച്ചും കൂടെ മുതിർന്നു കഴിഞ്ഞപ്പോൾ അൾത്താര സംഘത്തിലും ഞാൻ കൂടാൻ തുടങ്ങി. ഇപ്പം ശനിയാഴ്ചകളിലൊക്കെ ഞങ്ങളുടെ പള്ളിയിൽ 2ൽ കൂടുതൽ കുർബാന ഉണ്ടാവും. 2 കുർബാന എല്ലാ ശനിയാഴ്ചയും ഉണ്ട്. അതുകൂടാതെ സ്പെഷ്യൽ കുർബാനകളും ഉണ്ടാവും. അപ്പോൾ കപ്പ്യാർ എന്നെ പറഞ്ഞു നിർത്തും, നീ വീട്ടിൽ പോകരുത്, കുർബാനയ്ക്ക് നിൽക്കണം എന്ന് പറഞ്ഞു നിർത്തും. കാരണം ഞാൻ വന്നു കഴിഞ്ഞാൽ അൾത്താര സംഘവും ഞാൻ ചെയ്തോളും, പാട്ടും ഞാൻ ചെയ്തോളും. അങ്ങനെ ഓൾ ഇൻ ഓളായിട്ട് കപ്പ്യാരില്ലെങ്കിലും നമ്മൾ കാര്യങ്ങൾ നടത്തുമെന്നുള്ളതുകൊണ്ട് കപ്പ്യാർക്ക് എന്നെ ഏൽപ്പിച്ചിട്ട് പോയാൽ വലിയ ധൈര്യമായിരുന്നു. ഞാനത് വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുമായിരുന്നു. അന്നത്തെ അച്ഛന്മാർക്കും അത് വലിയ താല്പര്യമായിരുന്നു. അങ്ങനെ അൾത്താരയോട് ചേർന്ന് നിന്ന് വളർന്നു വന്ന എനിക്ക് മുതിർന്നു കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ അച്ഛനാവും പോകണം, എത്രയും വേഗം അച്ഛനാവണം, കുർബാന ചൊല്ലണം. ഇതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഇടവകയിലെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ സെമിനാരിയിൽ ചേർന്നില്ലേ എന്ന്. കാരണം അവർ വിചാരിച്ച് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു എന്നായിരുന്നു. അപ്പോൾ ഇടവകക്കാർക്ക് പൊതുവിലൊരു ധാരണയായിരുന്നു, ഞാനിങ്ങനെ ഈ അൾത്താരയോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ സെമിനാരിയിലേക്ക് പോകുമെന്നുള്ളത് അവരുടെ ഒരു ധാരണയായിരുന്നു. എന്തായാലും എനിക്കും വേറെ ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛനാവണം, എത്രയും വേഗം കുർബാന ചൊല്ലണം എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് തൃശ്ശൂർ മൈനർ സെമിനാരിയിൽ വൊക്കേഷൻ ക്യാമ്പിനായിട്ട് പോയി. ക്യാമ്പ് അറ്റൻഡ് ചെയ്ത അവസാനം ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അഭിമന്യ കുണ്ടുകുളം പിതാവാണ് ഇൻ്റർവ്യൂ നടത്താനായിട്ട് വന്നത്. പിതാവ് ഓരോരുത്തരെയും പേഴ്സണലായിട്ട് കണ്ടാണ് ഈ ഇൻ്റർവ്യൂ നടത്തുന്നത്. ആ സമയത്ത് പിതാവിനോട് ചോദിച്ചു, എന്തിനാണ് സെമിനാരിയിലേക്ക് പോരുന്നത്, എന്തിനാണ് ഈ ക്യാമ്പിന് വന്നത് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ചെറുപ്പം മുതലേ അച്ഛനാവാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ്, അതുകൊണ്ടാണ് ഈ ക്യാമ്പിന് വന്നതെന്ന് പറഞ്ഞു. ഉടനെ പിതാവ് ചോദിച്ചു, എന്തിനാണ് അച്ഛനാകുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, കുർബാന ചൊല്ലാൻ വേണ്ടിയിട്ടാണ് അച്ഛനാവുന്നത്. ഞാൻ നോക്കിയപ്പോൾ അച്ഛന്മാർക്ക് മാത്രം ചെയ്യാവുന്ന വേറെ ഒരു കാര്യമില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആർക്കും വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ കുർബാന ചൊല്ലുക എന്നുള്ളത് അത് അച്ഛന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എന്തിനാണ് അച്ഛനാവുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാണ്ടായില്ല. ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു പിതാവിനോട്, പിതാവെ കുർബാന ചൊല്ലാൻ വേണ്ടിയിട്ടാണ് അച്ഛനാവുന്നത്. പിതാവ് നിർത്തിയില്ല. പിതാവ് ചോദിച്ചു, എന്തിനാണ് കുർബാന ചൊല്ലുന്നത്? അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞു ബുദ്ധിയിൽ ആലോചിച്ചു, എന്തിനാണ് കുർബാന ചൊല്ലുന്നത്? അപ്പോൾ ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, കുർബാന കാണാൻ പോവാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, കുർബാന ചൊല്ലുന്നത് ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് കുർബാന ചൊല്ലുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പിതാവിനെ തിരുത്തി. പിതാവിനോട് പറഞ്ഞു, ആളുകൾ കാണുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ കുർബാന ചൊല്ലുന്നത്, മറിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കുർബാന ചൊല്ലുന്നത്. അത് എനിക്ക് ലഭിച്ച ഒരു വലിയ തിരിച്ചറിവായിരുന്നു. ഓരോ കുർബാനയിലും നമ്മൾ പങ്കെടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അച്ഛന്മാർ തന്നെ നമ്മളോട് നേരത്തെ പറയും, കുർബാനയ്ക്ക് മുമ്പ് ഇത് മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയാണ്, അല്ലെങ്കിൽ നന്ദിയുടെ കുർബാനയാണെന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെയൊക്കെ പുറകിലുള്ള അർത്ഥം ശരിക്കും ഞാൻ ഗ്രഹിച്ചത് അന്നായിരുന്നു. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ബലിയർപ്പിക്കുന്നു. അങ്ങനെ തീക്ഷ്ണമായ ആഗ്രഹത്തോടു കൂടെ ഞാൻ തൃശ്ശൂർ മൈനർ സെമിനാരിയിൽ ചേരാനായിട്ട് ആഗ്രഹിച്ചു വന്നെങ്കിലും ദൈവം എനിക്ക് വഴിയൊരുക്കിയത് പാലക്കാട് രൂപതയിലേക്ക് കടന്നു ചെല്ലാനായിരുന്നു. അങ്ങനെ എനിക്കൊന്നും അറിയാത്ത, ഞാൻ ഒട്ടും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു പുതിയ സ്ഥലത്തേക്ക് ഞാൻ എത്തപ്പെടുകയാണ് വാസ്തവത്തിൽ. ഇന്ന് ഞാൻ ഓർക്കുകയാണ്, അതൊക്കെ ദൈവത്തിൻ്റെ എത്രയോ പരിപാലനയുടെ വഴികളായിരുന്നു എന്ന് ഞാൻ ഇന്ന് ഓർക്കുകയും അതേ പ്രതി ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാണ്. ആത്മീയ ജീവന്റെ ഭോജ്യമേ, സ്വർഗീയ ജീവന്റെ ഭോജ്യമേ, നിത്യമാം ജീവന്റെ ഭോജ്യമേ, ആരാധന ആരാധന.
മൈനർ സെമിനാരിയിൽ ഞാൻ ചേർന്നു. ജൂൺ മാസം 2-ാം തീയതിയാണ് 1991 ഞാൻ സെമിനാരിയിൽ ചേരുന്നത്. അപ്പോൾ പേരൻസൊക്കെ വന്ന് എന്നെ വളരെ സന്തോഷത്തോടു കൂടി കൊടന്നാക്കി. ഞാൻ എൻ്റെ വീട്ടിലെ മൂത്ത മകനാണ്. എനിക്ക് താഴെ 2 അനുജന്മാരാണ്. അപ്പോൾ 3 ആൺമക്കളുള്ളത് കൊണ്ട് ഒരാൾ സെമിനാരിയിൽ പോകുന്നത് അവർക്ക് വളരെ സന്തോഷമായിരുന്നു. ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. എൻ്റെ അപ്പച്ചൻ സാധാരണ ഡ്രൈവറാണ്. അപ്പോൾ അതിൻ്റെ സാമ്പത്തിക ബാധ്യതയൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ പലരും ആ കാലഘട്ടത്തിൽ തന്നെ ചോദിച്ചിരുന്നു. പക്ഷേ ഞാനതൊന്നും കാര്യമാക്കിയില്ല. എന്തായാലും അച്ഛനാവാനായിട്ട് ആഗ്രഹമുണ്ട്. അച്ഛനാവണമെങ്കിൽ സെമിനാരിയിൽ ചേരണം. ഇപ്പം നമുക്ക് സെമിനാരിയിൽ ചാൻസ് കിട്ടിയിരിക്കുന്നത് പാലക്കാട് രൂപതയിലാണ്. അതുകൊണ്ട് ചേരുക തന്നെ എന്നുള്ള രീതിയിൽ ഞാൻ ചേർന്നു. പക്ഷേ വളരെ താല്പര്യത്തോടു കൂടെ ഞാൻ ചേർന്നെങ്കിലും ഒരുപാട് നൂൽപ്പാലങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. എന്തിനാണ് ദൈവം എന്നെ ഇത്രയും കഠിനമായ വഴികളിലൂടെ നടത്തുന്നതെന്ന് ഞാൻ പലപ്പോഴും ആ കാലഘട്ടത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം അവിടുത്തെ പരീക്ഷയിൽ ഞാൻ അനുഭവിച്ച തോൽവിയായിരുന്നു. സെമിനാരിയിലെ പരീക്ഷകളിലൊക്കെ ഞാൻ പാസ്സാവും. അന്ന് പ്രീ ഡിഗ്രിയുടെ കാലമാണ്. ആ പ്രീ ഡിഗ്രി പരീക്ഷ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഏതെങ്കിലും കോളേജുകളിൽ പോയിട്ട് എഴുതണം. ആ കാലഘട്ടത്തിൻ്റെ രീതി അങ്ങനെയായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഞാൻ എഴുതുമ്പോൾ ഞാൻ തോറ്റുപോകും. അതേ പരീക്ഷ ഞാൻ സെമിനാരിയിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ പാസ്സായിട്ടുണ്ട്. സെമിനാരിയിൽ ഒറ്റ വിഷയത്തിൽ ഞാൻ തോറ്റിട്ടില്ല. പക്ഷേ PDCയിൽ ഞാൻ യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ഞാൻ പാസ്സാവില്ല. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 3 തവണ PDC എഴുതിയിട്ടാണ് ഞാൻ പാസ്സായത്. എന്ന് പറഞ്ഞാൽ ഒരു PGക്കാരന് അവൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും കൂടെ കൂട്ടുമ്പോൾ എത്രത്തോളം സർട്ടിഫിക്കറ്റ് ഉണ്ടോ അത്രയും സർട്ടിഫിക്കറ്റ് എനിക്ക് എൻ്റെ PDC കഴിഞ്ഞപ്പോൾ തന്നെ കിട്ടിയായിരുന്നു. കാരണം ഓരോ പ്രാവശ്യം എഴുതുമ്പോൾ ഞാൻ ഓരോ സബ്ജക്റ്റിലെ പാസ്സാവുള്ളൂ. അത് മാത്രമല്ല, ഞാനിന്ന് വൈദികനായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ കരുണയുടെ ഏറ്റവും സ്പഷ്ടമായ അടയാളമാണെന്ന് എനിക്ക് ധൈര്യപൂർവ്വം പറയാനായിട്ട് പറ്റും. കാരണം നമ്മളുടെ രൂപതകളുടെ ഒരു രീതി അനുസരിച്ച് പരീക്ഷയിൽ തോറ്റാൽ അതിനർത്ഥം ദൈവവിളി ഇല്ല എന്നാണ്. അതിൻ്റെ കാര്യകാരണങ്ങളിലേക്കൊന്നും സാധാരണഗതിയിൽ അധികാരികൾ ചിന്തിക്കില്ല, പോവില്ല. പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി എക്സാമിൽ തോറ്റാൽ, പ്രത്യേകിച്ച് മൈനർ സെമിനാരിയിൽ നിന്ന് ആ വ്യക്തി ഒരിക്കലും പ്രൊമോട്ടഡ് ആവില്ല. പക്ഷേ 3-4 പ്രാവശ്യം തോറ്റിട്ടും എന്നെ എൻ്റെ അധികാരികൾ പറഞ്ഞു വിട്ടില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കരുണയുടെ ഏറ്റവും ശ്രേഷ്ഠമായ അടയാളമായിട്ട് ഞാൻ ഇന്നും കാണുന്നത്. ആ ദൈവത്തോട് എങ്ങനെയാണ് നന്ദി പറഞ്ഞ് തീർക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് മുമ്പോ എനിക്ക് ശേഷമോ ഇതുപോലൊരു അത്ഭുതം കത്തോലിക്ക സഭയിലുണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഇന്നും PDCയിൽ ആര് തോറ്റോ അവൻ വീട്ടിലോട്ട് പോകേണ്ട അവസ്ഥയാണ്. പക്ഷേ എന്നെ മാത്രം ദൈവം ആ സെമിനാരിയിൽ പിടിച്ചു നിർത്തി എന്നുള്ളതാണ്. ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ നടന്നു പോകുമ്പോഴൊക്കെ എനിക്ക് ബലമായിട്ടുണ്ടായിരുന്നത് എൻ്റെ ദിവ്യകാരുണ്യനാഥൻ മാത്രമായിരുന്നു. മൈനർ സെമിനാരിയിലെ ഓരോ പ്രാർത്ഥനയുടെ സമയത്തും അതിലുപരി വ്യക്തിപരമായ സമയത്തും ഞാൻ പ്രാർത്ഥിച്ചിരുന്ന ഏക കാര്യം, കർത്താവെ, എനിക്ക് നല്ലൊരു അച്ഛനാവാനുള്ള ഭാഗ്യം നീ തരണമേ എന്നുള്ളതായിരുന്നു. ഈ പരീക്ഷകളിൽ മാറി മാറി തോൽക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, ദൈവം കൈവിട്ടു, ഇനി രക്ഷയില്ല എന്ന്. 3rd ഇയറിലെത്തി ആ വെക്കേഷന് ഞാൻ വീട്ടിലേക്ക് വരുമ്പോഴാണ് അറിയുന്നത് അപ്പച്ചന് അറ്റാക്ക് വന്ന് വളരെ സീരിയസ് ആയിട്ട് തൃശ്ശൂർ ഒരു ഹോസ്പിറ്റലിൽ ICUയിലാണ്. അതുകൂടെ കഴിഞ്ഞപ്പോൾ എൻ്റെ ബന്ധുക്കൾ പോലും പറഞ്ഞു, ഇനി നീ സെമിനാരിയിൽ തുടരണ്ട, നീ തിരിച്ചു പോര്. കാരണം ഇപ്പോൾ വന്നാൽ അപ്പച്ചൻ ഓടിച്ചിരുന്ന വണ്ടി നിനക്ക് ഓടിക്കാം, അല്ലെങ്കിൽ അതിലേക്ക് വേറെ ഡ്രൈവറെ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവും. ഞാൻ ചെറുപ്പത്തിലെ ഡ്രൈവിംഗ് പഠിച്ചിരുന്നു. അപ്പോൾ അത് എൻ്റെ ബന്ധുക്കൾക്കൊക്കെ അറിയുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് കുടുംബം മുന്നോട്ട് പോകണം, ഞാനാണ് മൂത്ത മകൻ എന്നുള്ളത് കൊണ്ട് എന്നെ സെമിനാരിയിൽ നിന്ന് തിരിച്ചു വിളിച്ച ബന്ധുക്കൾ പോലും ഉണ്ട്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞുള്ളൂ, ഇതുവരെ എത്തിച്ച ദൈവത്തിന് ഇനിയുള്ള വഴി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ അപ്പച്ചൻ പറയുകയാണ് നീ സെമിനാരിൽ നിന്ന് തിരിച്ചു വരണമെന്ന് അപ്പച്ചൻ പറഞ്ഞാൽ ഞാൻ വരാം. ഇനി മൈനർ സെമിനാരിൽ നിന്ന് റെക്ടർ പറയാണ് നീ പൊക്കോ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ വരാം. അതല്ലാതെ ഞാനൊരു തീരുമാനം എടുത്തിട്ട് ഞാൻ സെമിനാരിയിൽ നിന്ന് തിരിച്ചു വരില്ല എന്ന് തന്നെ സ്പഷ്ടമായിട്ട് ഞാൻ പറഞ്ഞു. എന്തായാലും അത്ഭുതകരമായ വിധത്തിൽ അപ്പച്ചൻ രക്ഷപ്പെട്ടു. 6 മാസം കഴിയുമ്പോഴത്തേക്കും അപ്പച്ചന് വീണ്ടും അറ്റാക്കൊക്കെ വന്നെങ്കിലും അപ്പച്ചന് വീണ്ടും അധ്വാനിക്കാൻ പോകാനുള്ള ആരോഗ്യം നൽകി ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളത് ഞാൻ ഇന്ന് വളരെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. അപ്പോൾ ആ സംഭവങ്ങളൊന്നും എൻ്റെ പാതയിൽ ഒരു തടസ്സമായില്ല എന്നുള്ളത് വലിയ ദൈവാനുഗ്രഹമാണ്. വീണ്ടും ഒരു കടമ്പ കൂടെ വന്നു. കോട്ടയം സെമിനാരിയിലേക്കും ആലുവ സെമിനാരിയിലേക്കും എൻട്രൻസ് എഴുതണം. ആ എൻട്രൻസ് പാസ്സായാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നിർഭാഗ്യവശാൽ
കോട്ടയം സെമിനാരിയിലെയും ആലുവ സെമിനാരിയിലെയും എൻട്രൻസ് എക്സാമിൽ 1 മാർക്കിൽ തോറ്റുപോയ ഹതഭാഗ്യനാണ് ഞാൻ. അപ്പോൾ അതും കൂടെ കണ്ടു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അധികാരികൾ ഉറപ്പിക്കും, നിനക്ക് ദൈവവിളി ഇല്ല, അതുകൊണ്ടാണ് നീ തോറ്റുപോയത്, നീ തിരിച്ചു വീട്ടിൽ പൊക്കോളം പറയും. പക്ഷേ അവിടെയും ദൈവം എന്നെ കൈവിട്ടില്ല എന്നുള്ളതാണ്. അധികാരികൾ പറഞ്ഞു, 1 വർഷം കൂടെ നീ സെമിനാരിയിൽ നിൽക്കണം, എന്നിട്ട് നീ പഠിക്കണം. അപ്പോൾ ജൂനിയേഴ്സിൻ്റെ ഒപ്പം നിന്ന് പഠിക്കേണ്ടി വരും, അതിന് തയ്യാറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എത്ര വർഷം മൈനസ് സെമിനാറിൽ നിൽക്കാൻ പറഞ്ഞാലും ഞാൻ നിന്നോളാം, എന്ന് പാസ്സാവുന്നോ അന്ന് നിങ്ങളെന്നെ വിട്ടാൽ മതി, പക്ഷേ വീട്ടിൽ പോകാൻ പറയരുത്. അതായിരുന്നു എൻ്റെ റിക്വസ്റ്റ്. അവർ എനിക്ക് ചാൻസ് തന്നു. അഭിയോന്യ ഇരുമൻ പിതാവുമായിട്ട് റക്ടറച്ചൻ സംസാരിച്ചു. അന്ന് പോൾ തോട്ടിയാൻ എന്ന് പറയുന്ന ഒരു അച്ഛനായിരുന്നു റക്ടറായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അച്ഛനാണ്. അച്ഛനൊക്കെ എങ്ങനെ എന്നോട് അത്രയും കരുണ കാണിക്കാനായിട്ട് പറ്റി എന്നുള്ളത് എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്ത് തന്നെയായാലും പിതാവും റക്ടറച്ചനും കൂടെ സംസാരിച്ചതിന് ശേഷം എനിക്കൊരു വർഷം കൂടെ സെമിനാരിയിൽ തുടർന്ന് പഠിക്കാനുള്ള അവസരം തന്നു. എനിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ ഞാൻ പഠിക്കാനായിട്ട് ജൂനിയേഴ്സിൻ്റെ ഒപ്പം ചേർന്ന് അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് മറ്റൊരു അത്ഭുതം നടക്കുകയാണ്. കോട്ടയം സെമിനാരിയിലെ റക്ടറച്ചൻ്റെ ഒരു എഴുത്ത് ഈ പാലക്കാട് മൈനസ് സെമിനാരിയിലെ റക്ടറച്ചന് വരികയാണ്. മാർട്ടിൻ തട്ടിൽ എന്ന് പറയുന്ന ബ്രദർ തോറ്റുപോയത് ചർച്ച് ഹിസ്റ്ററിയിലാണ്, 1 മാർക്കിനാണ് തോറ്റിട്ടുള്ളൂ. അതുകൊണ്ട് അത് സാരമില്ല, ഞങ്ങൾ അവനെ വേണമെങ്കിൽ ഈ വർഷം തന്നെ കോട്ടയം സെമിനാരിയിലേക്ക് എടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ലെറ്ററായിരുന്നു അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു വാർത്തയായിരുന്നു. റക്ടറച്ചൻ ആ വിവരം എന്നെ അറിയിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ പറഞ്ഞു, +2 പരീക്ഷ എഴുതിയതിൻ്റെ റിസൾട്ട് ഇനി വരുന്നത് ഞാൻ കോട്ടയം സെമിനാരിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വെച്ചായിരിക്കും. അവിടെ റിസൾട്ട് വരുമ്പോൾ തോറ്റിരിക്കുകയാണെങ്കിൽ ഇനി പാലക്കാട്ടേക്ക് വരണ്ട, നേരെ തൃശ്ശൂർക്ക് പോയാൽ മതി, ഇനിയൊരു ചാൻസ് ഉണ്ടാവില്ല. ആ ഒരു കണ്ടീഷനും കൂടെ അച്ഛൻ പറഞ്ഞു. ഞാൻ രണ്ടും കൽപ്പിച്ച് അച്ഛനോട് പറഞ്ഞു, കുഴപ്പമില്ല അച്ഛാ, ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ വർഷം തന്നെ ഞാൻ കോട്ടയം സെമിനാരിയിലേക്ക് ഫിലോസഫി പഠനത്തിനായിട്ട് എത്തപ്പെട്ടു. പിന്നെ അവിടെ ചെന്നു, ജൂൺ മാസത്തിൽ അവിടെ ചെന്നു. ജൂലൈ മാസം ആകുമ്പോഴത്തേക്കാണ് റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പാസ്സായിട്ടുണ്ട്. അങ്ങനെ എൻ്റെ PDCയുടെ അവസാന സബ്ജക്റ്റും ഞാൻ പാസ്സായി. അത് ഫിലോസഫി കാലഘട്ടത്തിലാണ് എൻ്റെ റിസൾട്ട് പോലും വരുന്നത്. മറ്റുള്ളവരുടെയൊക്കെ റിസൾട്ട് ഓൾറെഡി അറിഞ്ഞിട്ടാണ് അവരിയ്ക്കുന്നത്. പക്ഷെ എനിക്ക് കോട്ടയം സെമിനാരിൽ ചെല്ലുമ്പോഴും ഞാൻ ആർത്തിയോടുകൂടി അതെല്ലാം നോക്കി കാണുമായിരുന്നു. കാരണം റിസൾട്ട് വരുമ്പോൾ തോറ്റിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ തുടരാൻ പറ്റില്ല. അതോടുകൂടി എൻ്റെ ദൈവവിളി തീർന്നു. അപ്പോൾ ഞാൻ തിരിച്ചു വരണം. അപ്പോൾ അവിടെ കിട്ടുന്ന ദിവസങ്ങൾ മാക്സിമം അവിടുത്തെ എല്ലാ കാര്യങ്ങളും കണ്ടു കേട്ട് മനസ്സിലാക്കാനുള്ള ഒരു വലിയ കൊതിയായിരുന്നു എനിക്ക്. എന്ത് തന്നെയായാലും ദൈവം കാരുണ്യവാനായതുകൊണ്ട്, ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ അവസാനത്തെ ചാൻസിൽ ഞാൻ കടന്നു. പിന്നെ അവിടുന്ന് എനിക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷ എന്ന് കേൾക്കുമ്പോഴേ പേടിയാണ്. പഠിക്കാനുള്ളത് ഫിലോസഫിയാണ്. ഞാൻ റക്ടറച്ചൻ്റെ അടുത്തൊക്കെ പോയി സ്പെഷ്യൽ പെർമിഷൻ മേടിച്ചിട്ട് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ നടത്താതെ സെമിനാരിയിലെ പരീക്ഷ മാത്രം എഴുതി പാസ്സായ ആളാണ്. ഒരിക്കലും BPH എനിക്ക് കിട്ടുമെന്ന് അല്ലെങ്കിൽ BTH സ്വന്തമാക്കാൻ പറ്റുമെന്ന് സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് എനിക്ക് BPHും സ്വന്തമായി, BTHൽ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാവാനും പറ്റി. 1 വർഷത്തിൽ ഞാൻ തോറ്റുപോയ ചർച്ച് ഹിസ്റ്ററി എഴുതിയ സേവിയർ കൂടപ്പുഴച്ചൻ്റെ വേറൊരു സബ്ജക്റ്റിലാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ക്യാഷ് അവാർഡ് തന്നെ കിട്ടിയത്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ പരിപാലനയുടെ ആ നാൾ വഴികൾ ശരിക്കും ജീവിതത്തിൽ അനുഭവിച്ച ഒരു പരിശീലന കാലഘട്ടം കൂടിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എത്രയും വേഗം അച്ഛനാവണമെന്ന് ആഗ്രഹിച്ചു. ഇത്രയും തോറ്റിട്ടും 1 വർഷം പോലും എനിക്ക് ഇയർ ഫോൾ വരാതെ, നഷ്ടപ്പെടുത്താതെ ദൈവം എന്നെ മറ്റുള്ളവരുടെ ഒപ്പം തന്നെ കയറ്റിക്കൊണ്ട് വന്നു എന്നുള്ളതാണ്. അങ്ങനെ 2002 ജനുവരി മാസം 3-ാം തീയതി ഞാൻ വൈദികനായി അഭിഷിക്തനായി. ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടെ ഞാൻ സെമിനാരിയിലേക്ക് കടന്നു വന്നെങ്കിലും അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്ന പരാജയങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ എന്നെ ഒരുപാട് മാനസികമായി ഉലച്ചു കളഞ്ഞു. ആ സമയത്തൊക്കെ എനിക്ക് ശക്തി നൽകിയത് വിശുദ്ധ കുർബാനയാണ്. അന്ന് നമുക്ക് സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ കുർബാന ചൊല്ലാൻ പറ്റില്ലെങ്കിലും എല്ലാ ദിവസവും അവിടെ കുർബാന ഉണ്ടല്ലോ. രാവിലെ 6:30 വിശുദ്ധ കുർബാനയാണ്. ആ വിശുദ്ധ കുർബാനയിൽ ഓരോ പ്രാവശ്യവും അച്ഛൻ പ്രാർത്ഥനയോടുകൂടി കാസ ഉയർത്തുമ്പോൾ എൻ്റെ ഈ വലിയ ആഗ്രഹം, അച്ഛനായി തീരാനുള്ള വലിയൊരു ആഗ്രഹം ഞാനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം കാലത്തിൻ്റെ പൂർണ്ണതയിൽ അതിനുള്ള മറുപടി തന്നു. എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും ദിവ്യകാരുണ്യനാഥനെ മാത്രം അഭയം തേടിയപ്പോൾ ആ ദിവ്യകാരുണ്യനാഥൻ എന്നെ കൈപിടിച്ച് തൻ്റെ കാസ ഉയർത്തുവാനായി അയോഗ്യനും അശക്തനുമായ എന്നെ ഉയർത്തിയതിൻ്റെ ചരിത്രമാണ് എൻ്റെ ജീവിതം.
കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. 2022 മെയ് മാസം 25-ാം തീയതിയാണ് ഞാൻ POCയിൽ വന്ന് ജീസസ് ഫ്രറ്റേണിറ്റി സ്റ്റേറ്റ് ഡയറക്ടർ എന്നുള്ള ചുമതല ഏറ്റെടുത്തത്. ഇവിടെ വന്ന് കുറച്ച് നാളുകൾക്കകം DGPയുടെ പെർമിഷൻ നമുക്ക് ജയിൽ സന്ദർശനത്തിനായിട്ട് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിനും അധികം ദിവസങ്ങൾ കടന്നു പോയിട്ടും നമുക്ക് അനുവാദം കിട്ടാതെ വന്നപ്പോൾ എനിക്കാകെ മനസ്സ് മടുത്തുപോയി. അത് മാത്രമല്ല, പട്ടം കിട്ടി ഇത്രയും വർഷം എനിക്ക് ഓരോ സ്ഥാപനങ്ങളിൽ ഞാനായിരുന്നപ്പോഴും എനിക്കൊരു ഇടവക എൻ്റെ സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇടവകയില്ല, കുർബാന ചൊല്ലുന്നത് നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ അതൊക്കെ വളരെ ശുഷ്കമായൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നി. അത് മാത്രമല്ല, ജയിലിലേക്ക് നമുക്ക് പോകാനുള്ള പെർമിഷനും കൂടി കിട്ടാത്തൊരു സാഹചര്യത്തിൽ നമ്മളിവിടെ തുടരുന്നത് തന്നെ എന്തിനാണ് എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. എന്തായാലും ദൈവം അയച്ചു എന്നതുപോലെ ഈ ജീസസ് ഫ്രറ്റേണിറ്റിയുടെ സഹസ്ഥാപകരിൽ ഒരാളായ ഫാദർ ഫ്രാൻസിസ് കൊടിയൻ ഒരു ദിവസം ഈവനിങ്ങിൽ എന്നെ കാണാനായിട്ട് വന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, എൻ്റെ ഒരു ഗുരുതുല്യനായിട്ട് ഞാൻ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് ഞാൻ എൻ്റെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും പറഞ്ഞു. അച്ഛൻ, നമുക്ക് പെർമിഷൻ കിട്ടാനായിട്ടുള്ള യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഓരോ പ്രാവശ്യവും നമ്മൾ വിളിക്കുമ്പോഴും ഓരോ കാരണങ്ങൾ പറഞ്ഞിങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പെർമിഷന് വേണ്ടി അപേക്ഷ വെച്ചിട്ട് ഏതാണ്ട് 5-6 മാസത്തിലധികമായി. പെർമിഷൻ തരാം എന്നുള്ളൊരു വാക്ക് അവർ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ തുടരുന്നതിൽ തന്നെ എന്താ അർത്ഥമുള്ളത്? വല്ല ചെറിയ ഇടവകയിലൊക്കെ പോയിട്ട് നമ്മൾ നിൽക്കുവാണെങ്കിൽ അതല്ലേ കുറേയും കൂടി നല്ലത്. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വളരെ പ്രയാസം തോന്നുന്നു. ഇടവകയുമില്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഒരു ശുഷ്കത എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നെ തിരുത്തിക്കൊണ്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛന് കുർബാന ചൊല്ലാൻ അറിയില്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് കുർബാന ചൊല്ലാൻ അറിയാം. അച്ഛൻ കുർബാന ചൊല്ലിയോ? ചൊല്ലി, ഞാൻ രാവിലെ തന്നെ ചൊല്ലി. എത്ര കുർബാന ചൊല്ലി? ഒരു കുർബാന ചൊല്ലി. അതുപോലെ അച്ഛന് കഴിയുന്ന അത്ര കുർബാന ചൊല്ലി അച്ഛൻ പ്രാർത്ഥിക്കുക. ജീസസ് ഫ്രറ്റേണിറ്റിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ജയിലിൽ പോയി നമ്മൾ നടത്തുന്ന സന്ദർശനം മാത്രമല്ലല്ലോ. അവിടെയുള്ള ആളുകളുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുവാണെങ്കിൽ അതല്ലേ ഏറ്റവും ബലമായിട്ടുള്ളൊരു കാര്യം. പെർമിഷൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ വിട്, അത് സമയമാകുമ്പോൾ കിട്ടിക്കോളും. അച്ഛൻ നാളെ മുതൽ എത്ര കുർബാന അച്ഛന് ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രയും കുർബാന ചൊല്ലി പ്രാർത്ഥിക്കുക അച്ഛാ എന്നുള്ളൊരു നിർദ്ദേശം അച്ഛൻ എനിക്ക് തന്നു. അതെനിക്ക് ഭയങ്കര ബൂസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ തീരുമാനമെടുത്തു എൻ്റെ മനസ്സിൽ, എന്തായാലും നാളെ പറ്റുവാണെങ്കിൽ 2 കുർബാനയെങ്കിലും ചൊല്ലണം. നാളെ മാത്രമല്ല, അവിടുന്ന് അങ്ങോട്ട് ഉള്ള എല്ലാ ദിവസങ്ങളിലും 2 കുർബാന ചൊല്ലി പ്രാർത്ഥിക്കണം എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തു. പക്ഷെ കിടക്കാൻ നേരത്ത് എൻ്റെ മനസ്സിലേക്ക് വീണ്ടും ഒരു മറുചിന്ത വരികയാണ്. 2 കുർബാനയൊക്കെ ഒരു ദിവസം ചൊല്ലാൻ മാത്രമുള്ള യോഗ്യത നിനക്കുണ്ടോ? അതിന് മാത്രം വിശുദ്ധനൊന്നും അല്ലല്ലോ നീ. അതുകൊണ്ട് നീ 1 കുർബാനയൊക്കെ ചൊല്ലി ആ 10 പോയാൽ മതി. ഒരുപാട് നീ കുർബാന ചൊല്ലി കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളൊരു മറുചിന്ത എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അപ്പം ഞാൻ വിചാരിച്ചു, അത് ശരിയാണല്ലോ, ഞാനൊരു സാധാ അച്ഛനല്ലേ, അപ്പോൾ നമുക്കൊരു കുർബാനയൊക്കെ മതി. പിന്നെ ഇടവകയിൽ ചിലപ്പോൾ 2 കുർബാനയൊക്കെ നമ്മൾ ചൊല്ലേണ്ടി വരും. ചിലപ്പം ആവശ്യഘട്ടങ്ങളിൽ 3 കുർബാന ചൊല്ലേണ്ടി വരും. ഇത് ഞാൻ തന്നെ നിന്നിട്ട് തന്നെ ചൊല്ലേണ്ട കാര്യമല്ലേ, അപ്പോൾ ഒരെണ്ണം ചൊല്ലിയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ പതുക്കെ വഴുതി മാറുകയാണ്. ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ദൈവം ഒരു പുതിയ ചിന്ത ഇട്ടു തരികയാണ്. കർത്താവ് എന്നോട് പറഞ്ഞു, നിന്നോട് ആരാ പറഞ്ഞേ നിൻ്റെ യോഗ്യതയെ നോക്കിയിട്ടാണ് ഈ ബലിയുടെ ശക്തിയും അതിൻ്റെ ഫലമൊക്കെ നിർണ്ണയിക്കുന്നതെന്ന്? നിനക്ക് അറിയാലോ, തോക്ക് നീ കണ്ടിട്ടുണ്ട്, മെഷീൻ ഗണ്ണ് നീ കണ്ടിട്ടുണ്ട്. ആ മെഷീൻ ഗണ്ണ് ആരുപയോഗിച്ചാലും അതിൻ്റെ ഫലം നടക്കും, വെടിപൊട്ടും. നല്ല പരിശീലനം ലഭിച്ചിട്ടുള്ള ഒരു മിലിറ്ററി ഓഫീസർ വന്ന് കാഞ്ചി വലിച്ചാലും വെടിപൊട്ടും.
ഒന്നും അറിയാത്ത ഒരു കൊച്ചു കുട്ടി പോയിട്ട് കാഞ്ചി വലിച്ചാലും വെടിപൊട്ടും. ഇതുപോലെയാണ് കുർബാന. കുർബാന സാത്താനെതിരെ ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ ആയുധമാണ്. അതിൻ്റേതായ ശക്തിയുണ്ട്. നീ ഒരു ബലി ഇവിടെ ഈ പ്രൈവറ്റ് ചാപ്പലിൽ അർപ്പിക്കുമ്പോൾ അതിൻ്റെ ഫലം എവിടെ എത്തണമെന്നുള്ളത് സ്വർഗം നിശ്ചയിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ഒരു ചിന്ത വന്നതിന് ശേഷം ഞാൻ സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഒന്നിലധികം ബലികൾ തന്നെ അർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ വലിയ ഫലങ്ങൾ എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അതുവരെ വലിയ തടസ്സമായിട്ട് നിന്നിരുന്ന DGPയുടെ പെർമിഷൻ എന്ന് പറയുന്ന കടമ്പ വളരെ ഈസി ആയിട്ട് എൻ്റെ ഓഫീസിൽ എത്തിച്ചു എന്നുള്ളത് ഒരു മഹാദിവ്യകാരുണ്യ അത്ഭുതമായിട്ട് ഞാൻ എന്നും കാണുകയാണ്. ആത്മീയ ജീവന്റെ അപ്പമായി നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ, ദിവ്യകാരുണ്യ സ്വരൂപനായി. ആത്മീയ ജീവന്റെ അപ്പമായി നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ, ദിവ്യകാരുണ്യ സ്വരൂപനായി. ആരാധിക്കാം, പാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേ. വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അലങ്കരിക്കപ്പെട്ട അൾത്താരകളിൽ ബലിയർപ്പിച്ച് ശീലിച്ചു പോന്നവനാണ് ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങൾ ഏറെയും. എന്നാൽ ഇന്ന് ഞാൻ ബലിയർപ്പിക്കുന്നത് തടവറകളിലാണ്. അവിടെ നമുക്ക് ദേവാലയത്തിൻ്റെതായ സുസജ്ജമായ ഒരു സാഹചര്യവുമില്ല. ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് അവിടുത്തെ വലിയ ഇടുങ്ങിയ സാഹചര്യത്തിൽ നമ്മൾ ബലിയർപ്പിക്കുകയാണ്. പക്ഷേ ഇന്ന് ഞാൻ തടവറകളിൽ ബലിയർപ്പിക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഈശോയുടെ സാന്നിധ്യ അവബോധം ആ ബലിയർപ്പിക്കുന്ന സമയത്ത് എന്നിൽ വന്ന് നിറയുന്നതായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്. കാരണം കാൽവരിയിലെ ഈശോയുടെ ബലിയിൽ ഈശോയോടൊപ്പം ഉണ്ടായിരുന്ന രണ്ട് കള്ളന്മാരായിരുന്നു. ഇന്ന് ഞാൻ ബലി അർപ്പിക്കുന്നത് സമൂഹം കുറ്റവാളികളെന്ന് മുദ്രകുത്തി നിയമവ്യവസ്ഥിതികൾ തടവറയിലാക്കിയിരിക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യരോടൊപ്പമാണ്. തീർച്ചയായിട്ടും ഈശോ തൻ്റെ ബലിയിൽ ചേർത്ത് വെച്ചത് ഈ രണ്ട് കള്ളന്മാരെ ആയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ തടവറ മക്കളെയെല്ലാം ചേർത്ത് നിർത്തി അവിടുത്തെ ആ പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ബലിയർപ്പിക്കുമ്പോൾ ശരിക്കും ഈശോ അവിടെ വളരെ സജീവനായി സന്നിഹിതനാകുന്നത് ഞാൻ അനുഭവിക്കുകയാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതം മുഴുവൻ ആ ദിവ്യകാരുണ്യനാഥനോടൊപ്പം സഞ്ചരിക്കാനുള്ള വലിയ കൃപ എനിക്ക് ലഭിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.